അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ അല്ല, ഫസ്റ്റ് ഡേയിലെ തന്നെ സെക്കൻഡ് ട്രിപ്പ്, ഉച്ചയ്ക്ക് ശേഷം സെക്കൻഡ് ട്രിപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഏതോ ഒരു കോട്ടയാണ് മാങ്ങ പറിക്കുന്നുണ്ട് കേട്ടോ. ഒരു കൊട്ടയിൽ പറിച്ച് താക്കലാണ്. നമ്മൾ ചാക്കിലോ കാവിലുങ്കിയിലെല്ലാം പിടിക്കും. അപ്പോൾ എല്ലാം പറിച്ചിടും, ചാക്ക് പിടിക്കും. ഇവർ കൊട്ടയിൽ പറിച്ചിട്ട് താക്കും. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ടാ ഇല്ല, ഇത് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം എവിടെയാ? എന്ത് കോട്ടയാ? ചപ്പോര ഫോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ ഗൈഡ് നമ്മളെപ്പോഴും ഇല്ല, ഓൺ റൂമിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വഴി തെറ്റി ഓൾറെഡി. തിരിച്ചോ. ഇങ്ങനെയുള്ള ഒരു വഴി ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. ലൊക്കേഷൻ കിട്ടിയിട്ടാണ് പോകുന്നത്. വണ്ടി നോക്കിയാൽ പോലീസ് സ്റ്റേഷൻ, പോലീസ് പിടിച്ചിട്ട് എങ്ങനെയാണെന്ന്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ അവിടെ ആരും കാണുന്നില്ല, അതാണ് ആരും മെലിഞ്ഞൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് ചിലപ്പോൾ രാവിലെ വന്നിട്ട് പോയിട്ടുണ്ടാവും അല്ലേ ആളല്ലോ. എന്തായാലും ഒന്ന് കയറി നോക്കാം. സാധനങ്ങളെല്ലാം ഉണ്ട് ഇങ്ങനെ വെക്കാൻ പറ്റുക. അപ്പോൾ ഈ കോട്ടയിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. നമുക്ക് സൺസെറ്റെല്ലാം ഏട്ടൻ അനിയന് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൺസെറ്റ് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ക്ലോസ് ആയി തോന്നില്ല ഓൾറെഡി. ഇത് നമുക്കെന്താ കാണാൻ പറ്റുമോ സൺസെറ്റാ? ലില്ലി അങ്ങോട്ട് കയറുന്നുണ്ട്, ലില്ലിയും ജിഷ്ണു. നമുക്ക് സ്റ്റെപ്പ് കുറച്ച് കയറാനുണ്ട്, കയറി നോക്കാം. ഗോവ മുഴുവനായിട്ട് കാണാൻ പറ്റും. മുഴുവനായിട്ടും ഇല്ലെങ്കിലും കുറച്ചെല്ലാം കാണാം. ചങ്ങ ഇങ്ങ് വാ കിടുതേ. ഇങ്ങ് കോട്ടേൻ്റെ മേലേക്ക് കയറേണ്ടത് ക്ലോസ് ആയി. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഇതിലോട്ട് ഇങ്ങനെ ഇപ്പുറം കിടക്കാം. കടലാണ് കേട്ടോ ഇതിൻ്റെ തായിൽ. ലില്ലിയും ജിഷ്ണു അങ്ങോട്ട് പോയിട്ടുണ്ട്, അങ്ങോട്ട് പോയി നോക്കാം. കണ്ടോ കോട്ടേൻ്റെ മേലെ ആളുണ്ട്. അത് ക്ലോസ് ആയി. 5 മണി വരെ ഇങ്ങോട്ട് ഇവിടെ ഉള്ളും പോലും. അപ്പോൾ വാവ് എടാ മോനെ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആട്ടാ. ഇവിടുന്ന് രക്ഷയില്ല. ബീച്ചാണത്. ഇങ്ങനെ ഇതിൻ്റെ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടാ. ഈ ബീച്ച് അങ്ങോട്ടുള്ളതാണ്. ഇത് എങ്ങനെയാണ് ഫോണിൽ നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ കണ്ണിലോട്ട് കാണാൻ ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ചയായിരുന്നു. ഈ ഒരു സൺസെറ്റും പരിപാടി ഇത് ഇവിടെ വന്നാലേ വ്യൂ കിട്ടും അല്ലേ? ബീച്ചിൽ പോയാൽ വ്യൂ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഓർക്കണ്ടേ ജിഷ്ണു നമ്മളെ പാരലൈസിംഗ് അല്ല, പാരാഗ്ലൈഡിങ്. പാരലൈസിംഗ് വരും അതാ. അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. വേറെ ഒന്നുമില്ല, സൺസെറ്റ് കാണാനുണ്ട്. അത്യാവശ്യം നല്ല വ്യൂ ആണ്. ക്യാമറ കാണുമ്പോൾ അത്ര ഭംഗിയുണ്ടെന്ന് അറിയില്ല. ഇതേതാ ഫോട്ടോ ഏതായാലും പറഞ്ഞേ? ചപ്പോര ഫോർട്ട്, ഗോവ ചപ്പോര ഫോർട്ടിലാണ് ഇത് കേട്ടോ. പിന്നെ മേലെ കയറിയ നല്ല സൺസെറ്റ്, സൺസ്ക്രീമാ സൺസെറ്റ് കാണാം. നല്ലൊരു വ്യൂ ആണ്. ഇവിടെ വരേണ്ടത് തന്നെയാണ് അല്ലേ? ലൈഫിൽ ഒരു പ്രാവശ്യം വരണം നമ്മൾ. ഇത് നേരത്തെ വിറ്റാതെ ഞാൻ വന്നോടേക്ക് പറഞ്ഞത് ചെങ്ങ ജടപ്പ് കൂടുതൽ പറിച്ചാലോ പൂരത്തിനിടെ. ജിഷ്ണു ഇത് എടിവ് ഉള്ളതാ ധാരണ. എടാ ഇന്ത്യയിൽ ജടപ്പൂ ഉണ്ട്. ആ ശരിയാണ്, ഇവിടെ ജടപ്പൂ ഉണ്ട് കേട്ടോ. അതിന് നമ്മളൊന്നും പത്ത് കാര്യമില്ല, ഉള്ളതാണ്. അപ്പോൾ ഗോവേൻ്റെ ഒരു മുക്കാ പോരാ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണും. ഫുൾ കാണൂല കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പിന് കോൺക്രീറ്റ് ആയിട്ട് രസമുണ്ട്. ബീച്ചിലേക്കാണ് നേരെ പോകുന്നത്. ഇനി അഞ്ചുവാന ബീച്ചിലേക്ക്. സമയം ഇരടാകാനായി. വലിയ ലൊക്കേഷൻ നോക്കുന്നു കേട്ടോ. അങ്ങനെ പാർക്കിങ്ങിൻ്റെ അടിക്ക് എത്തിയിട്ടുണ്ട്. പൈസ തന്നെ, പേ പാർക്കിംഗ് തന്നെ എല്ലാടെയും. 150, 150, 50 റുപ്യ തന്നെ എല്ലായിടത്തെയും പോലെ തന്നെ 50 റുപ്യ. അപ്പോൾ അതാ കടലതാ ഇങ്ങ് കയറിയിട്ടേ ഉള്ളത്. റെസ്റ്റോറൻറ്റ് പരിപാടി ഉണ്ട്. അയ്യോ ഇനി കയറുന്നു തോന്നുന്നു കേട്ടാ. അങ്ങോട്ടുണ്ട് കേട്ടാ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ ഒരുപാട് ഫാമിലീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ ഫോട്ടോ എടുക്കുന്ന പരിപാടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ നമ്മളുണ്ട്. പാരാഗ്ലൈഡിങ് ഉണ്ട്. അവരിങ്ങനെ വെള്ളത്തിൽ ഭയങ്കര സൗണ്ട് കേട്ടോ. പാരാഗ്ലൈഡിങ് കാര്യങ്ങൾ ബോട്ടിലിങ്ങനെ ഒരാളിങ്ങനെ കൊണ്ടുപോയിട്ട് പരിപാടി എന്തെല്ലോ നടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഫോട്ടോഷൂട്ടും പരിപാടിയും കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ ഒരു സൈഡിൽ ചെറിയ അത് നിരത്തിട്ട് ഇരിക്കല്ലേ. എൻ്റെ വേഗമാണ് 1-2 വീഡിയോ എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഷർട്ടും പനിയെല്ലാം എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാവും. ഇതിന് ഈ കസേരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഈ സിനിമയെല്ലാം കാണുന്നില്ല ഇങ്ങനെ ഇരിക്കാൻ. അപ്പോൾ ഇവരെ ഓരോ ഷോപ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇതിങ്ങനെ കിടക്കാനും ഇരിക്കാനും ചെയറിലോട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവർ ഇവിടുന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. നമ്മൾ ഇതിന് ഓരോ
ഓരോ പൈസയാണ് കേട്ടോ. 100 റുപ്യ 200 റുപ്യ അങ്ങനെയെല്ലാം നമ്മൾ പൈസ കൊടുത്തിട്ട് സാധനം ഓർഡർ ചെയ്തിട്ട് ഇവിടെ മേടിച്ചിരുന്നിട്ട് കുടിച്ചുകൊണ്ടും തിന്നുകൊണ്ടും ഇങ്ങനെ സൺസെറ്റും പരിപാടിയും കാര്യങ്ങളും ഇങ്ങനെ കണ്ടോളുക. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക മാക്സിമം. പിന്നെ അങ്ങനെ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ. അങ്ങനെയുള്ളവർ ഇതുപോലെ വീഡിയോസിലൂടെ ഇങ്ങനത്തെ കാണുക. എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി പറയുന്നില്ല കേട്ടാ, നമുക്ക് ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ തന്നെ ഈ ലോകത്തിലെ എല്ലായിടത്തും നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്ക് കാണാൻ പറ്റുന്നതെല്ലാം മാക്സിമം കാണുക, മാക്സിമം പോയിട്ട് കാണാൻ പറ്റുന്നത് കാണുക, ഫോണിലൂടെ കാണാൻ പറ്റുന്നത് കാണുക, എൻജോയ് ചെയ്യുക. ആടെ ഇങ്ങനെ സാധനം ഉണ്ടായിരുന്നു, വീട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു എന്നെല്ലാം നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കേൾക്കുന്നതിലൊരു രസമല്ലേ. നമുക്ക് ആ സ്ഥലം പോയിട്ട് നമ്മളൊന്ന് കാണാൻ വേണ്ടി ട്രൈ ചെയ്യാം. എന്തായാലും ഫാമിലിനെല്ലാം കൂട്ടിയിട്ട് ഒരു പ്രാവശ്യം വരണം ഇങ്ങനെ സ്ഥലത്തെല്ലാം. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ എത്തോട്ടല്ലെങ്കിൽ വന്നു കഴിഞ്ഞാലല്ല ഈ കടലിൽ നിന്ന് കയറാൻ സാധ്യതയില്ല. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും വരിക. അല്ല അങ്ങനല്ല ഞാൻ പറയാ, നമുക്ക് എല്ലാ സ്ഥലത്തൊന്നും പോകാൻ പറ്റണമെന്നില്ല, അതായത് ഫാമിലി ആയിട്ടും കാര്യങ്ങളും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം എടുക്കുന്നവർ കാണുമോ മാക്സിമം, വരാൻ പറ്റുന്നവർ മാക്സിമം ഒരു പ്രാവശ്യം വരുമോ ലൈഫിൽ അല്ലേ. അപ്പോൾ ഒരു എൻജോയ് ചെയ്യാം. പൈസ ചിലവിലുള്ള കാര്യം, പൈസ ചിലവുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ എന്തായാലും ഒരു 3-5 റുപ്യ 5,000 റുപ്യ പോരാ, 5,000-6,000 റുപ്യ എന്തായാലും ഒരാൾക്ക് വരും. അതായത് ഇതിന്റെ ഗോവന്റെ മാത്രമായിട്ട് എക്സ്പെൻസ് ഉണ്ട്. നമ്മൾ വിചാരിച്ചേക്കാട്ടിയും കുറച്ച്. അതെ, നമ്മളിപ്പോ ഏടെ വരണമെങ്കിലും നമുക്ക് പാക്കേജ് റിബൽ പാക്കേജ് നമ്മൾ അഗീൻ്റെ നമ്മൾ പാക്കേജ് എടുത്തിന് അതുകൊണ്ട് മാത്രമാണ് കുറച്ച് നമുക്ക് അല്ലെങ്കിൽ നമ്മളെ കയ്യിലൊന്നും നിൽക്കാത്ത പൈസയിൽ അങ്ങ് പോകും. അപ്പോൾ ഓനെ നമുക്ക് നമ്മളെ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അഖിലിനെ കോൺടാക്ട് ചെയ്താൽ മതി. അഖിലിനെ കോൺടാക്ട് ചെയ്താൽ ഓൻ മലയാളി തന്നെയാണ്, നമ്മളെ അടുത്ത ചങ്ങായിയാണ്. നമ്മളെല്ലാം ടീമിൽ നമ്മളൊരു അനിയൻ തന്നെയാണ്. നമുക്ക് ഏറ്റവും കുറവ് പാക്കേജ് ഇട്ടത് അതാണ്. നമ്മൾ കുറേ സ്ഥലത്ത് അന്വേഷിച്ചിട്ട് അഖിലിനെ ലാസ്റ്റ് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അഖിൽ പറഞ്ഞു നമ്മൾ ഇങ്ങനെ ചെയ്തു തരാം, അത് എല്ലാവർക്കും നിങ്ങൾ ത്രൂ വീഡിയോ കാണുന്നവർക്കും ഞാൻ ചെയ്തു തരാം മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓനെ വിശ്വസിച്ചിട്ട് വരാം. നിങ്ങൾക്ക് ആരെങ്കിലും വരുന്നതാണെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. മലയാളി ഒരു ഗൈഡിനെ വേണമെങ്കിൽ ഗൈഡിൽ നിന്ന് വിട്ടുതരും. നമുക്ക് ഒരാൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ചിലവിന് പുറമെ ഭക്ഷണത്തിന് വെച്ചാൽ നല്ല വിലയാണ്. ഇങ്ങനെ അപ്പോൾ ഭക്ഷണത്തിന് നല്ല വിലയാണ്. പിന്നെ ഓരോ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ, സ്കൂട്ടി പാർക്ക് ചെയ്യാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ചായക്ക് 100 റുപ്യ, ഒരു ചായക്ക് 100 റുപ്യ, ഒരു നാരങ്ങ വെള്ളത്തിന് 40 റുപ്യ. ഏകദേശം ഒരു 10 ദിവസം കുടിക്കണ്ടേ പൈസ. നാട്ടില് 10 ചായ കുടിക്കാം. അപ്പൊ ഇത് ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ടാണ്. ഇനിയിപ്പോ നമ്മള് രാത്രി എവിടെയെങ്കിലും പോകുന്നത് വാഗാ ബീച്ച് ഗോവയിലെ മെയിൻ ട്രെയിനിങ് അതിങ്ങനെ എന്തോ ചാടുമ്പോൾ ഓടുന്നതിലുണ്ട്. വേറൊരു വേണ്ട കടപ്പുറത്തിന്റെ ഇനി ഇങ്ങനെ ഉള്ളില് ഇതെല്ലാം കെട്ടിയിട്ട്. അപ്പൊ ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ അടിച്ചു തരും. നേരം അത് വേറൊരു വൈബ് ജിഷ്ണു തുള്ളിയില്ല ഇവിടുന്ന്. അതൊരു വേറെ രസം, നല്ല രസമില്ല അത്. അതൊക്കെ അങ്ങ് കടലിന്റെ വേല ചങ്ങായി പാരാഗ്ലൈഡ് നമ്മൾ നാളെ അതില്ലേ വീടുന്നില്ല വീടുന്നായിരിക്കില്ല. ഇതെങ്ങനെ ചെയ്യാനാവില്ല, എങ്ങനെ ചെയ്യാനാവില്ല. ഓടിയതാ ഇത് നോക്കിയാ ഭാവി ഇത് നോക്കിയാ കണ്ടാ മെയ്ത്തിരി അയച്ചു വെച്ചിട്ടുണ്ടോ? മെയ്ത്തിരി കണ്ടാ നോക്കിയാതാ ഇങ്ങനെ ആളിരുന്നിട്ടുണ്ട് ഐഡിയല്ലോ. കണ്ടാ 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 ഇങ്ങനെ ആളിരുന്നിട്ടുണ്ടാ. ഇങ്ങനെ നൈറ്റ് ആകുമ്പോൾ നല്ല ആംബിയൻസ് ആണ് ഇടാ. ബാവ വിളിക്കലാണ്. കടലേണ്ട കടലേണ്ട ഞാൻ നോക്കിയാ കടൽ നോക്കിയാ ബാവേ. എവിടെ ഒരു കുഞ്ഞു ഭാവി എന്നിട്ടാ എത്തൂട്ടണ പോലത്തെ. അപ്പോ ഇതാണ് നൈറ്റ് ബീച്ച്. അടിപൊളിയാണ്. ലൈറ്റെല്ലാം പോയി. അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ വിടുവായിരുന്നു. മറ്റു പരിപാടികളുണ്ട് ഡീജെ രാവിലെ. നമ്മളതിൻ്റെ രാത്രി ഇങ്ങനെ പോവാ. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ നോക്കിയിട്ട് റേഞ്ച് കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് എങ്ങനെയാണെന്നില്ല. നമ്മളെ റൂം വീഡിയോ വരുന്നേ.
അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞു, ഒരു ചെറിയ ചായ കൂടി കഴിഞ്ഞു, ചെറിയ കാൽ ചായ. പൂളിലിറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയെന്ന്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് നേരെ വാഗ ബീച്ചല്ലേ? വാഗ ബീച്ചിൽ വാഗ. അപ്പോൾ ശരിക്കും എന്നാ പേര് ഒന്നും കൂടി അറിയില്ല. അവിടെ പോയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ അടുത്തേക്ക് പോയെന്ന്. ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ അടുത്തേക്ക് പോവാം. നൈറ്റ് പാർട്ടി എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ബുഫേ തന്നെയാണ് കേട്ടോ. ഫുഡ് ബുഫേ അൺലിമിറ്റഡ്. ഫുഡിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല അല്ലേ? അപ്പോൾ പൊറോട്ടയും കുറച്ച് മന്തി റൈസും കബാബും. അപ്പോൾ ഇനി നമ്മൾ ഇതും കഴിച്ച് നേരെ നൈറ്റ് നല്ല സാറും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയി. ഫുൾ പാർട്ടി മൂടാട്ടാ. ഇതൊക്കെ പരിപാടിയുണ്ട്. ഫോണൊക്കെ കൈമ പിടിക്കാൻ വേണ്ടി അത്ര ധൈര്യമില്ല. ഇവിടുന്ന് യദുവിൻ്റെ ഫോണ് മിസ്സായിന് പോലും. അതുകൊണ്ട് എനിക്ക് അത്ര ധൈര്യമില്ല. എന്നാലും പിടിക്കാം, മുറക്ക പിടിക്കാം. ഡാൻസ് പാർട്ടി ഷാക്ക് പാർട്ടിയാണ്. പക്ഷേങ്കിൽ ഇതിനുള്ളിൽ കയറണമെങ്കിൽ എന്തോ വേണം തോന്നുന്നു. കൂടെ പെൺകുട്ടികൾ വേണമെന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ അങ്ങനെ എന്തൊക്കെയോ മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു ഓരോ സ്ഥലത്ത് കയറണമെങ്കിൽ. അവിടെ തിരക്കുള്ള സ്ഥലത്തേക്ക് കയറി തുള്ളിക്കോ. പിന്നെ പൈസ ചെറിയ സാധനം വാങ്ങിയത് അങ്ങനെയാണ്. ഒന്നും അറിയില്ല അല്ലേ? ഓക്കെ മാൻ മുടേഷ്. കള്ളും കുടിക്കൂല, ഒരു വീടിയും വലിക്കാത്ത നീയല്ല ഗോക്ക് വന്നിട്ട്. ഐ ലവ് ഗോവ, ബാഗ ബീച്ച്. ലൈറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളും അല്ല കേട്ടാ. ഇങ്ങനെ നോക്കിക്ക. കൊറോണയാ, കൊറോണ എക്സ്ട്രാ പോലും. ഫുഡുണ്ട്. ഫുഡിനുള്ള എത്ര പൈസ ഉണ്ട്? 100 റുപ്പീസ്. ബോയിൽഡ് എഗ് 60 രൂപ. ഫ്രൈഡ് എഗ്ഗിന് 100 വെച്ചാൽ നമ്മൾ ഓംപ്ലേറ്റ് ആയിരിക്കൂലേ? ഓംപ്ലേറ്റ് 100 രൂപ. ഐസ്ക്രീം 40 50. ഇതാ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇത് ഓഫ് ആക്കിയട്ടാ. സ്ഥലങ്ങളിലൂടെ നടന്ന് കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അമ്മാവന് വേണ്ടി ഇരുന്നിട്ട് കിട്ടുന്നതായിട്ട് കളിയാണ്. പീസ്ഫുൾ. നമുക്ക് അവാർഡ് അങ്ങേ തെറ്റത്ത് ഇങ്ങേ തെറ്റത്ത് ഒരു സാധനവും മേടിക്കാണ്ട് നടന്നതിനുള്ള അവാർഡ് നമുക്ക്. വെള്ളം വാങ്ങിനെ 50 രൂപ. പക്ഷെ ഇതെല്ലാം വെച്ചാല് അത്ര തന്നെ. മോർണിംഗ് നമുക്ക് 7 മണിയാകുമ്പോഴത്തേക്ക് റെഡി ആവണം. എന്ന് വെച്ചാൽ നാളെ മൊത്തം നമ്മൾ കടലിൽ ഉണങ്ങാനിടണം. കടലിലാണ് മൊത്തം നാളെ നമ്മൾ പാരാഗ്ലൈഡിങ്ങും അതും ഇതൊക്കെ ആയിട്ട് ഒരിക്കൽ പറഞ്ഞു തോന്നുന്നല്ലേ. എന്നാലും സാരല്ല. അപ്പോൾ നമ്മൾ ഇപ്പം പോയിട്ട് വേഗം കിടന്നുറങ്ങിയേക്കാന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മളെ ഷാക്ക് പാർട്ടീൻ്റെ എൻട്രീൻ്റെ ഉള്ളിൽ ചോദിച്ചു നമ്മളതിൻ്റെ ഉള്ളിൽ എൻട്രി ചോദിച്ചില്ല. 5000 രൂപ. ഡാൻസ് എന്നാന്നപ്പാ ഒന്നും